എല്ലാവർക്കും നമസ്കാരം. 9th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററായ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗം ഡിസ്കസ് ചെയ്തായിരുന്നു. ഹൈഡ്രോ കാർബണുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ എന്താണ് പറയുന്നത്? സാച്ചുറേറ്റഡ് കേട്ടോ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക എന്താണ്? സിംഗിൾ ബോണ്ടാണ് കേട്ടോ. സിംഗിൾ ബോണ്ട് ഒറ്റ ഒരു ഇതായിരിക്കും ഉണ്ടായിരുന്നത്. സിംഗിൾ ബോണ്ടാണ് സാച്ചുറേറ്റഡ്. അപ്പോൾ അതിന് നമുക്കൊരു പൊതുവായിട്ട് എന്ത് പറയാന്ന് പറഞ്ഞു? ആൽക്കെയിൻസ് കേട്ടോ. ആൽക്കെയിൻസ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ജനറൽ ഫോർമുല എന്തായിരുന്നു? CnH2n+2 എന്നാണ് അതിൻ്റെ ജനറൽ ഫോർമുല. ഇത്രയും കാര്യങ്ങൾ കണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഡബിൾ ബോണ്ട് കേട്ടോ. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണിനെ നമ്മൾ പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയും കേട്ടോ. അൺസാച്ചുറേറ്റഡ് കേട്ടോ. അപ്പൊ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഹൈഡ്രോ കാർബണുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. കണ്ടല്ലോ. ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം ദാറ്റ് ആർ നോൺ ആസ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്നാണ് ഇവിടെ ഡബിൾ ബോണ്ട് കേട്ടോ. ഡബിൾ ബോണ്ട് ഉള്ളതിൻ്റെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം അതിന്റെ പൊതുവാക്യം എന്തൊക്കെയാണ് അല്ലെങ്കിൽ പൊതു സമവാക്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ജനറൽ ഫോർമുല. അപ്പൊ ഡബിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ടും വരാം. ഇപ്പൊ സിംഗിൾ ബോണ്ട് വരുവാണെങ്കിൽ ആൽക്കെയിൻസ് നമ്മൾ പറഞ്ഞു, അതിന്റെ ജനറൽ ഫോർമുലയും കണ്ടു. ഇവിടെ ചിത്രം കണ്ടല്ലോ. ഇവിടെ നോക്കിയേ, വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും? കാർബൺ എത്രയാണ്? 2 കാർബൺ ആണ്. ഹൈഡ്രജൻ 4 ആണ് അല്ലെ. C2H4 ആണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. Then write its condensed formula. സ്ട്രക്ചർ ഫോർമുല ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? CH2 ഇല്ലേ. CH2 ഡബിൾ ബോണ്ട് വരും ഇല്ലേ. CH2 ഡബിൾ ബോണ്ട് CH2 ഇല്ലേ. 2 കാർബൺ ആറ്റമാണ്, അതിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. പിന്നെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് അതിന്റെ എന്തെന്ന് വരുന്നത്? അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കോമ്പൗണ്ടുകൾ കേട്ടോ. അതിന്റെ എന്താണ് കണ്ടൻസ്ഡ് ഫോർമുലയും സ്ട്രക്ചർ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ്. കുറച്ചെണ്ണം തന്നിട്ടുണ്ട്, ബാക്കിയുള്ളതിന്റെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാമല്ലോ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ C2H4 നമ്മൾ കണ്ടു ഇല്ല. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല കണ്ടു, സ്ട്രക്ചർ ഫോർമുലയും നമ്മൾ കണ്ടു. ഇനി അടുത്താണ് C3H6. നോക്കിയേ, കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വന്നു? 3 കാർബൺ ആറ്റം കേട്ടോ. കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ. 3 കാർബൺ ആറ്റം ആദ്യം എഴുതി ബോണ്ട് കൊടുക്കുക ഇല്ലേ. ഇപ്പം ഡബിൾ ബോണ്ട് ഇപ്പം നമ്മൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ കൊടുത്തു വെച്ചാൽ മതി. ഈ ഡബിൾ ബോണ്ട് ഒക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമേ കൊടുക്കാൻ നോക്കുക. ആദ്യമുള്ള കാർബൺ ആറ്റങ്ങൾക്കിടയിൽ വേണം നമ്മൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ മറ്റു ട്രിപ്പിൾ ബോണ്ട് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായി? അപ്പൊ ആ രീതിയിൽ വേണം കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യമേ നമ്മളത് അവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു, പിന്നെ ഹൈഡ്രജന്റെയും എണ്ണം കൊടുത്തു. മനസ്സിലായല്ലോ? പിന്നെന്താണ്? അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും ഇവിടെ വരച്ചു ഇല്ല. അതാ 3 കാർബൺ ആറ്റം കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് ഡബിൾ ബോണ്ട് ഇവിടെ കൊടുത്തു. മനസ്സിലായല്ലോ? പിന്നെ എന്താണ്? ഇവിടെ 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ. പിന്നെ ബാക്കി 2 എണ്ണം കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ വെച്ചു. അപ്പൊ 4 എണ്ണമായി. ഞാൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അതാ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്ത് ഇവിടെ ഒരു ബോണ്ട്, 4 എണ്ണമായി ബാക്കി ഇല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത് എങ്ങനെ വരും? ദാ ഓർഡർ നോക്കിയേ. C2H4 C3H6 അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഏതായിരിക്കാം വരുന്നത്? ഇതാ നോക്കിയാൽ എങ്ങനെ വരും? C4 വരും അല്ലേ. C4 ഇത് വരും. C4H8 എന്ന് വരും അല്ലേ. C4H8 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടൻസ്ഡ് ഫോർമുല കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് തന്നെ എഴുതാമല്ലോ മോളിക്കുലർ ഫോർമുല അല്ലേ. നോക്കി കാർബൺ എത്രയാണ്? 1 2 3 4 അല്ലേ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ C4H8 ആണ് അതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരയ്ക്കാം. സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണ് വരയ്ക്കുന്നത്? 4 കാർബൺ ആറ്റം അല്ലേ. അപ്പൊ 4 കാർബൺ ആറ്റം ആദ്യമേ അങ്ങ് വരയ്ക്കുക കേട്ടോ. 4 കാർബൺ ആറ്റം കൊടുക്കുക. ഡബിൾ ബോണ്ട് എവിടെയാണ് വരേണ്ടത്? ഞാൻ പറഞ്ഞു ആദ്യമേ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ കൊടുക്കുക. ബാക്കി എല്ലായിടത്തും എന്താണ്? സിംഗിൾ ബോണ്ടും കൊടുക്കുക. മനസ്സിലായല്ലോ? ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഹൈഡ്രജൻ 8 എണ്ണം വരണം. ഇവിടെ ഓൾറെഡി 2 ബോണ്ട് ഉണ്ട് ഇല്ലേ. അപ്പൊ ബാക്കി 2 ഹൈഡ്രജൻ ഇവിടെ വരണം. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ വരാം. ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ വരാം. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി ഇതാ നോക്കി, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതാ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ നമുക്ക് ഇതാ ഇവിടെയും കൂടെ കൊടുക്കാം. ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. മനസ്സിലായല്ലോ? ബാക്കി എല്ലായിടത്തും എങ്ങനെ വരും? 2 എണ്ണം വീതം വെച്ച് വരും അല്ലേ. ഇതാ ഇവിടെ 2 എണ്ണം, ഇതാ ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണ്? 3 ഹൈഡ്രജനും കൂടെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത എങ്ങനെ വരും? C4H8 ആണ്. C4H8 അടുത്ത് വരുമ്പോൾ എങ്ങനെ വരും? C5H10 വരും അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? നമുക്കറിയാം 5 കാർബൺ ആറ്റം അല്ലെ. 5 കാർബൺ ആറ്റമാണ് അവിടെയുള്ളത്.
ഡബിൾ ബോണ്ട് എവിടെ കൊടുക്കണം? ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ കൊടുക്കുക. ഡബിൾ ബോണ്ട് ആദ്യമേ കൊടുത്തു, ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക ഇല്ലേ? ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇതാ നോക്കി, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ബാക്കി പിന്നെ എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ, CH വരും. ദെൻ ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ്? CH2. ഇവിടെയൊക്കെ CH2 ആണ്, ഇവിടെയും CH2 ആണ്. ഇവിടെ വരുമ്പം CH3 എന്ന് വരും. മനസ്സിലായല്ലോ വരുന്നത്? ഇനി അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഞാൻ ഒരു ടേബിൾ നിങ്ങളെ കാണിച്ചു തരാം. അത് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. കാണാമല്ലോ, ആ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. C2H4, C3H6, C4H8, C5H10. അതിന് കണ്ടൻസർ ഫോർമുല നമ്മൾ എടുത്ത് ഈ സ്ട്രക്ചർ എഴുതുക കേട്ടോ. ഞാൻ ആദ്യമേ 5 കാർബൺ ആറ്റം കൊടുക്കുക. ഈ 5 കാർബൺ ആറ്റം കൊടുക്കുക. പിന്നെ ആദ്യത്തെ 2 കാർബൺ ആറ്റം ഇടയിലാണ് നമ്മൾ ബോണ്ട് കൊടുക്കുന്നത്. ബാക്കി ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. മനസ്സിലായല്ലോ? അടുത്ത ഏതാണ്? C6H12 വരും. ഇതേപോലെ തന്നെ കണ്ടൻസർ ഫോർമുല നിങ്ങൾ തന്നെ എഴുതി നോക്കുക കേട്ടോ. ഈ 5ാമത്തെ 6ാമത്തെ നിങ്ങൾ തന്നെ എഴുതി നോക്കുക കേട്ടോ. എഴുതി നോക്കി വരച്ച് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കത്തുള്ളൂ. ഇതിൻ്റെയൊക്കെ ഇച്ചിരി ഡീപ്പായിട്ട് നമുക്ക് അടുത്ത വർഷം പഠിക്കാനുള്ളതാണ്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ ബാക്കി 10th നിങ്ങൾക്ക് 2 ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു ബേസ് ആണ് കേട്ടോ. കൃത്യമായിട്ട് ഈ ബേസ് നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അപൂരിത ഹൈഡ്രോ കാർബൺ ഇല്ല, അപൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, എന്താണ് മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് അപൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ കേസിൽ. ഇനി ഇവിടെ നോക്കിയാൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടല്ലോ. ഈ മോളിക്കുലാർ ഫോർമുലയുടെ കേസിൽ ഈ കാർബണിന്റെ ഹൈഡ്രജന്റെ എണ്ണം തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇതാ നോക്കിയാൽ, ഇവിടെ കാർബൺ 2, ഹൈഡ്രജൻ 4 ഇല്ലേ? ഇവിടെ കാർബൺ 3, ഹൈഡ്രജൻ 6, കാർബൺ 4, ഹൈഡ്രജൻ 8 ഇല്ലേ? കാർബൺ 5, ഹൈഡ്രജൻ 10. അപ്പൊ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇരട്ടിയല്ല, അല്ലെങ്കിൽ 2 മടങ്ങല്ലേ വന്നിരിക്കുന്നത്. കാർബൺ 2 ഇല്ലേ? ആ 2ന്റെ മടങ്ങ് 4, 3ന്റെ മടങ്ങ് 2 മടങ്ങാണ് 6, 4ന്റെ 2 മടങ്ങ് 8. അപ്പോൾ എങ്ങനെയാണ്? കാർബണിന്റെ എണ്ണത്തിനെ നമുക്ക് N ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കണ്ടതാണല്ലേ, അതുപോലെ തന്നെ കാർബണിന്റെ എണ്ണത്തിനെ N ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെയാണ് വരുന്നത്? കാർബൺ N ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം ഈ ഒരു കേസിൽ എങ്ങനെ വരും? ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെ വരും? ഇരട്ടിയായിട്ട് വന്നു, അതായത് 2N ആയിട്ട് വന്നു. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ നമുക്ക് ജനറൽ ഫോർമുല എഴുതാൻ സാധിക്കും? എങ്ങനെ എഴുതാം? CN ഇല്ലേ? CN എങ്ങനെയാണ്? H2N എന്ന് എഴുതാം. മനസ്സിലായല്ലോ? CnH2. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണിന്റെ ജനറൽ ഫോർമുല. ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കീൻസ് എന്നാണ് കേട്ടോ. ENE ആൽക്കീൻസ്. നമ്മൾ സിംഗിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കെയിൻ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ്? ആൽക്കീൻസ് എന്നാണ്, ENE. അതിന്റെ ജനറൽ ഫോർമുല മനസ്സിലായല്ലോ? CnH2n. ക്ലിയർ ആയല്ലോ? അപ്പം സിംഗിൾ ബോണ്ട് ഉള്ളതിനെ നമ്മൾ ആൽക്കൈൻസ് എന്ന് പറഞ്ഞു. അതിന്റെ ജനറൽ ഫോർമുല CnH2n+2 ആണെന്ന് പറഞ്ഞു. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളതിനെ എങ്ങനെയാണ്? ആൽക്കീൻസ് എന്നാണ് പറയുന്നത്. അതിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ് വന്നത്? CnH2n. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ടേബിൾ മനസ്സിലായാലും ഇത് നിങ്ങൾ ബാക്കി 2 വരയ്ക്കുക കേട്ടോ. തന്നെ വരച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലെല്ലാത്തിനും കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാർബണിന്റെ ഹൈഡ്രജന്റെ നമ്പർ എങ്ങനെയാണ്? ടോയ്സ് ആണ് അല്ലേ? അതായത് ഹൈഡ്രജൻ നമ്പർ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ നമ്പറിന്റെ 2 മടങ്ങാന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബണെ നമ്മൾ പൊതുവെ എങ്ങനെയാണ് പറയുന്നത്? ഇതാ നോക്കിയേ, ആൽക്കീൻസ് അല്ലേ? അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിന് ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ആൽക്കീൻസ് എന്ന് പറയാം കേട്ടോ. ഡബിൾ ബോണ്ട്, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുന്നത്? ആൽക്കീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ആൽക്കീൻസ്? ആൽക്കീൻസിന്റെ കേസിൽ കാർബൺ ആറ്റത്തിന്റെ നമ്പറും അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, എങ്ങനെയാണ് റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്ത് പറയാം? റിലേഷൻ എങ്ങനെ പറയാം? ഹൈഡ്രജൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയാം ഇല്ലേ? അപ്പൊ എന്ത് പറയാം? നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇല്ലേ? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം മീൻസ് എങ്ങനെയാണ്? ടോയ്സ് അല്ലേ? ടോയ്സ് എങ്ങനെയാണ്? ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയാം അല്ലേ? ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം കേട്ടോ. ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ അല്ലേ? ടോയ്സ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയാം. ദാറ്റ് ഈസ് എ റിലേഷൻ. ഇഫ് an alkane contain n number of carbon atom, how many hydrogen atom will be there? n number of carbon atom ഉണ്ടെങ്കിൽ എന്തുമാത്രമാണ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത്? 2n ആണ് നമ്മൾ കണ്ടു. റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻസ് എങ്ങനെ വരും? CnH2n എന്ന് വരും. മറക്കാതെ കൃത്യമായിട്ട് പഠിച്ചോണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CnH2n ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല.
പഠിക്കുക. ഞാൻ പറഞ്ഞു അടുത്ത വർഷത്തേന് ആവശ്യമുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾക്ക് അടുത്ത വർഷം നമുക്ക് ബാക്കിലേക്ക് അടിച്ചു പോകാൻ സമയം കാണുമല്ല കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകുക കേട്ടോ. CnH2n എന്നാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പം നമ്മൾ കണ്ടു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് കണ്ടല്ലേ, അതായത് ഡബിൾ ബോണ്ട് ഉള്ള. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ അകത്ത് അടുത്ത് വരുന്നതാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. കണ്ടല്ലോ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്, ഇതും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ വരും? C2H2 അല്ലേ, C2H2 ആണ് മോളിക്കുലർ ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് വരുന്നത്? CH അല്ലേ, CH എത്രയാ? ട്രിപ്പിൾ ബോണ്ട്, 3 ബോണ്ട് അല്ലേ, CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അടുത്തൊരു ടേബിൾ, മുമ്പേ കണ്ടതുപോലത്തെ ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ആദ്യത്തെ നമ്മൾ കണ്ടു C2H2 കണ്ടൻസ്ഡ് ഫോർമുലയും അതുപോലെ തന്നെ സ്ട്രക്ചറും ഒക്കെ കണ്ടു. അടുത്ത് C3H4 ആണ് കേട്ടോ, C3H4. ഇതാ നോക്കിയേ, 3 കാർബൺ ആറ്റം കൊടുക്കുക. ദെൻ ട്രിപ്പിൾ ബോണ്ട് ആണല്ലേ, ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുന്നത് എവിടെയാന്ന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കാർബണിന്റെ ഇടയിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ ദാ ഇവിടെ കൊടുത്തു. ദെൻ ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു, ദാ സ്ട്രക്ചറും വരച്ചു. അടുത്ത C4H6 അല്ലേ, അതിൻ്റെ നോക്കിയേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കണ്ടൻസ്ഡ് ഫോർമുല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഞാനിവിടെ ഒന്ന് അതും കൂടെ വരയ്ക്കാം കേട്ടോ. ഇതാ നോക്കാം, കാർബൺ എത്രയാണ്? 4 കാർബൺ കേട്ടോ, 4 കാർബൺ ആണ് ഇവിടെ വരുന്നത്. നമ്മൾ എവിടെ കൊടുക്കണം? ട്രിപ്പിൾ ബോണ്ട് ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ കേട്ടോ, ഇവിടെയാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും നമ്മൾ സിംഗിൾ ബോണ്ട് കൊടുക്കുക. മനസ്സിലായാലും ഇവിടെ 3 ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ മതി ഇല്ലേ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ, അത് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 3 എണ്ണമുണ്ട്, ഇവിടെ ഒരു ബോണ്ടും ഉണ്ട്, സിംഗിൾ ബോണ്ട്. അപ്പൊ ഇനി അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്താണ്? 2 എണ്ണം. അപ്പൊ 2 ഹൈഡ്രജൻ ഇവിടെ ആവശ്യമുണ്ട്. ഒന്ന് ഇവിടെയും കൊടുക്കാം, ഒന്ന് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇനി ഇവിടെ എന്താണ്? ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, കൊടുക്കാം. എന്താ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം. പിന്നെ എവിടെയാണ്? താഴെയും ഒരു ഹൈഡ്രജൻ കൊടുക്കാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഏത് വരും? എന്താ നോക്കി, ഓർഡർ നോക്കിയേ. C2, C3, C4. അടുത്ത ഏതാണ് വരുന്നത്? C5. ഹൈഡ്രജൻ എങ്ങനെ വരും നോക്കിയേ. ഹൈഡ്രജൻ എങ്ങനെയാണ്? 2, 4, 6. അപ്പൊ എത്ര വരും? 8 വരും. മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക. കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് വരുന്നത്? 5 കാർബൺ ആറ്റം ഇല്ലേ, ഇടയില്ല, ഞാൻ നോക്കട്ടെ. 5 കാർബൺ ആറ്റം വന്നു. എവിടെ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണം? എന്താ ഇവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണ്ടേ. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് കൊടുക്കണം ഇല്ലേ. ഇവിടെ 3 എണ്ണമുണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജനും കൂടെ ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ 3, 4 ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇവിടെ ഏതാണ്? 2 ഉള്ളൂ, അപ്പോൾ 2 ഹൈഡ്രജനും കൊടുത്തു. ഇവിടെയും 2 ഹൈഡ്രജനും കൊടുത്തു. ഇവിടെ എങ്ങനെയാണ്? 3 ഹൈഡ്രജൻ. ഇനി ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കിയാൽ എങ്ങനെയാണ്? C5H8 ആണല്ലേ കണ്ടില്ല സ്ട്രക്ചർ വരച്ചിരിക്കുന്നുണ്ട്. 5 കാർബൺ ആറ്റം. ആദ്യമേ തന്നെ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു ഇല്ലേ. ദെൻ അവിടെ 3 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഒരു ഹൈഡ്രജൻ കൂടെ കൊടുത്തു. പിന്നെ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഫില്ലായി. പിന്നെ ബാക്കി എല്ലായിടത്തും 2 വീതം ഉണ്ട്. ലാസ്റ്റ് 3 ഹൈഡ്രജൻ ആറ്റം വെച്ച് സ്ട്രക്ചറും വരച്ചു കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ഏതാണ് വരുന്നത്? C6H10 ആണ് വരുന്നത് ഇല്ലേ. C5, C6 ആണ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പം 10 വന്നു, 2 കൂടി വന്നു. മനസ്സിലായില്ല. അപ്പൊ അതിന്റെയും സ്ട്രക്ചർ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എങ്ങനെയാണ് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള റിലേഷൻ? കാർബണിന്റെ നമ്പർ ഇല്ലേ, കാർബണിന്റെ നമ്പർ N ആക്കി നമ്മൾ എടുത്തു. മുമ്പേ എടുത്ത പോലെ തന്നെ കാർബണിന്റെ നമ്പർ N ആക്കി എടുത്തു. ഹൈഡ്രജന്റെ നമ്പർ ഇവിടെ എങ്ങനെയാണ്? Nന്റെ ബേസിൽ വരുമ്പോൾ എങ്ങനെയാന്ന് നോക്കിയേ. ഇവിടെ നോക്കുക, C2H2 എന്നാ. ഇത് സെയിം തന്നെ അല്ലേ, ഇവിടെ സെയിം തന്നെ. അടുത്ത കേസിൽ വന്നപ്പോൾ എങ്ങനെ വന്നു? കാർബൺ 3. ഹൈഡ്രജൻ ഇവിടെ എങ്ങനെയാണ് വന്നത്? ഇതാ നോക്ക്, ഹൈഡ്രജൻ എങ്ങനെ വന്നു നോക്കൂ. ഹൈഡ്രജൻ എന്താ നോക്കുക, കാർബണിന്റെ ബേസിൽ വരുവാണെങ്കിൽ, നമ്പറിന്റെ കേസിൽ വരുവാണെങ്കിൽ എങ്ങനെ വരും? കാർബണിന്റെ നമ്പറിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 3 അല്ലേ, 3ന്റെ ഇരട്ടി 6 വരും ഇല്ലേ. 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 6 വരും. പക്ഷെ 6 ആണോ? അല്ല, 6ൽ നിന്ന് 2 ഇവിടെ കുറയ്ക്കുക ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അതായത് ഇരട്ടി ടോയ്സ് എടുത്തു ഇല്ലേ, ടോയ്സ് എടുത്ത് 2n എടുത്തു. അതിൽ നിന്ന് 2 കുറയ്ക്കുകയല്ലേ ചെയ്തത്. 2n - 2 എന്നല്ലേ വന്നത് ഹൈഡ്രജന്റെ. ഇതാ നോക്കുക, ഇവിടെ നോക്കിയാൽ കാർബൺ ഇവിടെ 4 ആണ് ഇല്ലേ, N എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. അതിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 8 വരും ഇല്ലേ. ടോയ്സ് 8 വരും, ഇവിടെ 8 വരും. 8ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6 വന്നു. അപ്പൊ ഇങ്ങനെയല്ലേ വരുന്നത് ഹൈഡ്രജന്റെ കേസിൽ വരുന്നത്. അതായത് 2n - 2 എന്നല്ലേ വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ജനറൽ ഫോർമുല എങ്ങനെ എഴുതാൻ സാധിക്കും? CnH2n - 2 എന്ന് എഴുതും. CnH2n - 2. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏത് വരുന്നത്? ട്രിപ്പിൾ ബോണ്ട് വരുന്നതിന്. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരുന്നതിന് നമ്മൾ പറയുന്നതാണ് എങ്ങനെയാണ്? ആൽക്കൈൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. YNE ആൽക്കൈൻസ്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളവയെ നമ്മൾ എങ്ങനെ പറയും? ആൽക്കൈൻസ് എന്ന് പറയും.
മനസ്സിലാവുന്നല്ലോ. അപ്പം ആൽക്കൈൻസിന്റെ എന്താണ് ജനറൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ജനറൽ ഫോർമുല CnH2n-2. നമ്മൾ ആൽക്കെയിൻ കണ്ടു ഇല്ലേ? ആൽക്കെയിൻ എങ്ങനെയാണ് കണ്ടത്? CnH2n+2 ആണ്. ആൽക്കീൻ CnH2n ആണ് വന്നത്. ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? CnH2n-2 ആണ്. അതായത് ട്രിപ്പിൾ ബോണ്ട് ആണ് ആൽക്കൈൻസിന് വരുന്നത്. ഓക്കെ ആണല്ലോ ഈ കാര്യം? ക്ലിയർ ആയല്ലോ? അപ്പൊ താ നോക്കുക, ഈ കേസിൽ ഇത് ഏതാണ് വരുന്നത്? ആൽക്കൈൻസ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആൽക്കൈൻസ് എന്നാണ്. YNE ആണ് ആൽക്കൈൻസ്. അതിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n-2 ആണെന്നും കണ്ടു. ഓക്കെ ആണല്ലോ? അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ഹൈഡ്രോകാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൻസ്. ഒരു ട്രിപ്പിൾ ബോണ്ട്, 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ആൽക്കൈൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ ദീസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ടോയ്സ് ദാറ്റ് ഓഫ് കാർബൺ ആറ്റം. ഈ ഒരു കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ആറ്റത്തിന്റെ ടോയ്സ് ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആണോ? അല്ല. ഇവിടെ ടോയ്സ് ആണോ? അല്ല. ദെൻ what number is subtracted from twice the number of carbon atoms to get the number of hydrogen atom in each these? അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചതെന്നാണ് ചോദിച്ചത്. ഏത് സംഖ്യ കുറച്ചപ്പോഴാണ്? 2 കുറച്ചപ്പോൾ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2n-2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ റൈറ്റ് ദ ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n-2. CnH2n-2 ആൽക്കൈൻ ഇല്ലേ? ആൽക്കൈൻ ആണ്. അതായത് എന്താണ് ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ഓർത്തോളുക, ട്രിപ്പിൾ ബോണ്ട് ആണ് അവിടെ വരുന്നത്. ഓക്കെ ആയല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നോണം. ആൽക്കെയിൻ ആദ്യം ഏതാണ്? ആൽക്കെയിൻ. ആൽക്കെയിൻ എങ്ങനെയാണ്? സിംഗിൾ ബോണ്ട് ആണ്. ജനറൽ ഫോർമുല എങ്ങനെ വരും? CnH2n+2. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തേതാണ്? ആൽക്കീൻസ് ഇല്ലേ? ആൽക്കീൻസ് എന്ന് വരും. ആൽക്കീൻസ് ആണ്. അതെങ്ങനെയാണ്? ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. ജനറൽ ഫോർമുല CnH2n. ഇനി അടുത്തേതാണ്? ആൽക്കൈൻസ് ഇല്ലേ? ആൽക്കൈൻസ് എന്നാണ് വരുന്നത്. ദെൻ അതെങ്ങനെയാണ്? ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത്. അതിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? CnH2n-2 ഇല്ലേ? CnH2n-2 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു കാര്യം കേട്ടോ, ഇത് 3 കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കൃത്യമായിട്ട് എഴുതി തന്നെ പഠിച്ചു വെക്കുക. നോട്ട് ബുക്കിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തന്നെ എഴുതി വെച്ചൊരു കോളം വരച്ചൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാം. നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? അനലൈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ ഹൈഡ്രോകാർബൺസ് given below and classify them as alkane, alkene and alkane. കുറച്ച് ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കെയിൻ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോന്നും നോക്കാം. ആദ്യത്തെ നോക്കിയേ, C5H10. C5H10 എന്ന് പറയുമ്പോൾ എന്താണ്? കാർബണിന്റെ നമ്പറിന്റെ ടോയ്സ് ആണ് വന്നിട്ടില്ലേ? കാർബണിന്റെ നമ്പറിന്റെ ടോയ്സ് വരുന്നത് ഏതാണ്? ആൽക്കീൻ അല്ലേ വരുന്നത്? ആൽക്കീൻ ഇല്ലേ? അപ്പൊ ആൽക്കീനിലാണ് വരുന്നത്. അതായത് C5H10 ഇല്ലേ? അത് ആൽക്കീനിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കിയേ, C3H4. കാർബണിന്റെ ഇരട്ടി. ആദ്യമേ ഇരട്ടി വരുന്നോണ്ട് നോക്കുക. അതായത് 2 മടങ്ങ് വരുന്ന കാർബണിന്റെ 2 മടങ്ങ് വരുന്ന ആദ്യമേ നോക്കുക. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും. 6 അല്ല വന്നിരിക്കുന്നത്, 4 ആണ്. അതായത് 6ൽ നിന്ന് 2 കുറയ്ക്കുക ചെയ്ത്. അപ്പൊ ഏത് വരും? ആൽക്കൈൻസിൽ വരും ഇല്ലേ? ആൽക്കൈൻസ്. അപ്പം C3H4 അല്ലെ? അതെന്താണ്? ആൽക്കൈൻ ആണ്. അടുത്ത നോക്കുക, C2H4. ഇങ്ങനെയാണ്. കാർബണിന്റെ 2 മടങ്ങല്ലേ? അപ്പൊ എത്ര വരും? അത് ഏതിലാണ് വരുന്നത്? ആൽക്കീനിലാണ് വരുന്നത് ഇല്ലേ? C2H4 ഏതിലാണ് വരുന്നത്? ആൽക്കീനിൽ വരും. അടുത്തത് C5H12. കാർബൺ 5 ആണ് ഇല്ലേ? കാർബൺ 5 ആണ്. അതിന്റെ 2 മടങ്ങ് പറയുമ്പോൾ 10 വരും. അതിനടുത്ത് 2 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതാണ്? ആൽക്കെയിൻ ഇല്ലേ? C5H12 എന്ന് പറയുന്നത് ഏതാണ്? ആൽക്കെയിൻ ആണ്. അടുത്തത് നോക്കട്ടോ, C6H12. കാർബണിന്റെ നമ്പർ 6 ആണ് അല്ലേ? ദെൻ അതിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും? 6 2 12 അല്ലേ? അപ്പൊ ഏതിൽ വരും? ആൽക്കീനിൽ വരും. ശരിയല്ലേ? അപ്പം ആൽക്കീനിലാണ് അടുത്ത് വരുന്നത് C6H12. അങ്ങനെ നോക്കുക കേട്ടോ. അടുത്ത ഏതാണ്? C7H12. കാർബണിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നോക്കിയേ, 7 2 14 വരും ഇല്ലേ? 14 ആണ്, 12 ആണ്. അത് 14ൽ നിന്ന് 2 കുറച്ചു. 2 കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ്?
2n-2 ആണ്. 2n-2 വരുന്ന ഏതിലാണ്? ആൽക്കൈനിലാണ്. അപ്പോൾ ഇത് ഏതാണ്? ആൽക്കൈനാണ്. C7H12 ആൽക്കൈനാണ്. അടുത്ത നോക്കിയേ, C9H20. C9 കേട്ടോ 9 ആണ്. 9ന് 2 മടങ്ങ് 18 വരും. അതിനേക്കാളും 2 കൂടി. അപ്പോൾ ഏതാണ്? ആൽക്കെയിൻ ആണ് അല്ലേ? ആൽക്കെയിൻ. C9H20 അത് ഏതിൽ വരും? ആൽക്കെയിനിൽ വരും. ഇനി C3H8 കാർബൺ 3 ആണ്. അതിന് 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 6 ആണ്. അതിൻ്റെ അടുത്ത് 2 കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ അതും ഏതാണ്? ആൽക്കെയിനിലാണ് വരുന്നത്. C3H8 അത് ആൽക്കെയിനിൽ വരും. ഇനി C4H6 നോക്കിയേ, കാർബൺ 4 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 8 വരും. 8ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പോൾ ഏതാണ്? ആൽക്കൈനാണ് അല്ലേ? C4H6. ദെൻ C4H8 കാർബണിന്റെ 2 മടങ്ങാണ്. അപ്പം ആൽക്കീനിൽ വരും. C4H8 മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു മോളിക്കുലാർ ഫോമിൽ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ, ഹൈഡ്രോ കാർബണിന്റെ മോളിക്കുലാർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മളിങ്ങനെ തരും. അപ്പം നമുക്ക് ആ ജനറൽ ഫോർമുല വെച്ചിട്ട് അത് ഏത് കാറ്റഗറി വരുന്നത് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം അതിൻ്റെ നമ്മൾ എന്ത് വരയ്ക്കാൻ? സ്ട്രക്ചർ വരയ്ക്കാൻ അല്ലേ? അപ്പോൾ ആൽക്കെയിൻ ആണെങ്കിൽ നമുക്ക് സിംഗിൾ ബോണ്ട് കൊടുക്കണം, ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം, ആൽക്കെയിൻ ആണെങ്കിൽ നമുക്ക് എന്താണ് ട്രിപ്പിൾ ബോണ്ടും കൊടുക്കണം. അപ്പം ജനറൽ ആയിട്ട് ആ ഒരു ഫോർമുല കേട്ടോ, ഈ ഒരു ഫോർമുല അറിഞ്ഞിരുന്ന് അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുലയും സ്ട്രക്ചറൽ ഫോർമുല ഒക്കെ വരയ്ക്കാൻ. ഓക്കെ ആണല്ലോ? അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെയും പറയുന്നതിൻ്റെ കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ്. 10th വരുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആൽക്കെയിൻ ജനറൽ ഫോർമുല, ആൽക്കീൻ ജനറൽ ഫോർമുല, ആൽക്കൈൻ ജനറൽ ഫോർമുല കൃത്യമായിട്ട് എഴുതി വരച്ചൊക്കെ പഠിക്കുക. സ്ട്രക്ചറൊക്കെ നിങ്ങൾ വരച്ചൊക്കെ തന്നെ പഠിക്കുക കേട്ടോ. ദെൻ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ഹോമോലോഗസ് സീരീസ്. എന്താണ് ഹോമോലോഗസ് സീരീസ് നമുക്ക് നോക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അതിലൂടെ നമുക്ക് ഹോമോലോഗസ് സീരീസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 2 മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? C2H6ഉം C3H8. C2H6ഉം C3H8 ഇത് അടുത്തടുത്ത 2 കോമ്പൗണ്ടുകളാണല്ലോ, ശരിയല്ലേ? C2 കഴിഞ്ഞിട്ട് വരുന്നതാണ് C3 അല്ലേ? H6 വരുന്നിട്ട് അടുത്താണ് H8. അടുത്തടുത്ത് 2 അംഗങ്ങളാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ ടു വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ? ഏത് കാറ്റഗറിയിൽ നിന്ന് കണ്ടുപിടിക്കണം? നമ്മുടെ ജനറൽ ഫോർമുല അനുസരിച്ചിട്ട് കാർബൺ 2 ആണ്. അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും അല്ലേ? അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഏത് വരും? ആൽക്കെയിനിലാണ് വരുന്നത്. CnH2n+2 വരുന്നത്. അപ്പം ആൽക്കെയിനിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ദെൻ വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ദിസ് കാറ്റഗറി? ഏത് വരും? CnH2n+2 കാറ്റഗറിയാണ്. അതായത് ജനറൽ ഫോർമുല ഇങ്ങനെയാണ് വരും. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ C2H6 ആൻഡ് C3H8 ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം? 2 കോമ്പൗണ്ട് നമ്മൾ കണ്ടല്ലോ, അതിന് മോളിക്കുലാർ ഫോർമുല കണ്ടു. അതിൻ്റെ 2ൻ്റെയും കേസിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. C3H8 എങ്ങനെയാണ്? കാർബൺ 3 നമുക്കറിയാം. ഹൈഡ്രജൻ എത്രയാണ്? 8 ആണ്. C2H6 എങ്ങനെയാണ്? കാർബൺ 2 ആണ് വരുന്നത്. ഹൈഡ്രജൻ എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം. കാർബൺ ആറ്റത്തിന്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1 വന്നു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2 ആണ് അവിടെ വരുന്നത് ഇല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഡിഫറൻസ് അവിടെ 2 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഉണ്ടല്ലോ, കാർബൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ, അതിന്റെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എത്രയൊക്കെയാണ് വന്ന്? കാർബണിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 വന്നു അല്ലെ? ഹൈഡ്രജന്റെ ഡിഫറൻസ് എത്രയാണ് വന്ന്? 2 വന്നു. അപ്പൊ നമുക്കെന്ത് പറയാം? ഒരു CH2ന്റെ ഡിഫറൻസ് അവിടെ വന്നു നമുക്ക് പറയാം അല്ലെ? CH2 ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. CH2 ഗ്രൂപ്പ് എന്ന് അല്ലെങ്കിൽ CH2ന്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് അപ്പൊ ഈ 2 കോമ്പൗണ്ടിന്റെയും കേസിൽ വന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ C2H6ഉം അതുപോലെ തന്നെ C3H8 എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തിലാണ്? അടുത്തടുത്ത അംഗങ്ങളാണല്ലേ? അവിടെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും നമ്പറിന്റെ കേസ് വരുവാണെങ്കിൽ CH2ന്റെ ഒരു ഡിഫറൻസ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? CH2ന്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കി. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദീസ് ഈസ് എത്രയാണ്? CH2 അല്ലേ? CH2ന്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നു നമുക്ക് പറയാം. അങ്ങനെ ആവുകയാണെങ്കിൽ C4H10ഉം ഇതാ നോക്കുക, C4H10ഉം C512ഉം
അടുത്തടുത്ത കോമ്പൗണ്ടുകളില്ലേ C4H10 അല്ലേ, C4H10 അത് കഴിഞ്ഞ് വരുന്നതാണ് C5H12. ഇവിടെയും കേസിൽ എങ്ങനെ വരും ഡിഫറൻസ് നോക്കിയേ, കാർബണിന്റെ ഡിഫറൻസ് എങ്ങനെ വരും, കാർബണിന്റെ ഡിഫറൻസ് ആ നോക്കിയേ 5 - 4 1 വരും. ഹൈഡ്രജന്റെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് 12 - 10 2 വരും അല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വന്നത്, ഒരു CH2ന്റെ ഡിഫറൻസ് വന്നു. ശരിയല്ലേ, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ. അപ്പം ഇത് നമ്മുടെ ആൽക്കെയിൻ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ആൽക്കെയിന്റെ കേസിൽ എങ്ങനെയാണ് അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒരു CH2ന്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്. അപ്പൊ ആൽക്കെയിന്റെ കേസാണ് വന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു പൊതു ആൽക്കെയിൻ ആകുമ്പോൾ അതിനൊരു പൊതു സമവാക്യമുണ്ട്. ഈ രണ്ട് മോളിക്കുലാർ ഫോമിലുണ്ടല്ലോ, ഇതിന്റെ പൊതു സമവാക്യം എന്ന് പറയുന്നത് എന്താണ് വരുന്നത് CnH2n+2 ഇല്ല, ഇതിന്റെ പൊതു സമവാക്യം ഇതാണ് വരുന്നത്. അപ്പൊ അതിന്റെ അംഗങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വന്നത്, ഒരു CH2ന്റെ ഡിഫറൻസും വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ നമ്മൾ ആൽക്കീനും ആൽക്കൈനും ഒന്ന് നോക്കാം അല്ലെ. ആൽക്കീൻ എന്താ നോക്കിയാൽ രണ്ടെണ്ണം എടുത്തു. ആൽക്കീനിൽ വരുന്ന രണ്ടെണ്ണമാണ് അടുത്തടുത്താണ്, C3H6ഉം C4H2നും. ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ, കാർബണിന്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത് 4 - 3 1 വന്നു. ഹൈഡ്രജന്റെ ഡിഫറൻസ് എത്ര വന്നു 8 - 6 2. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വന്നത്, ഒരു CH2ന്റെ ഡിഫറൻസ് വന്നു. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് ജനറൽ ഫോർമുല എങ്ങനെയാണ്, സെയിം ജനറൽ ഫോർമുലയാണ്, CnH2n ആണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ കാർബണിന്റെയും ഹൈഡ്രജന്റെയും കേസിൽ അവിടെ വന്ന ഡിഫറൻസ് എങ്ങനെയാണ് CH2 ആണ് വന്നത്. ഓക്കെ ആണല്ലോ. ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ ചോദിച്ചിട്ടുണ്ട് CnH2n. ഇനി ആൽക്കൈന്റെ കേസിൽ നോക്കി, ആൽക്കൈന്റെ കേസിൽ ഇവിടെ എങ്ങനെയാ വന്നത് നോക്കി, കാർബണിന്റെ ഡിഫറൻസ് എത്ര വന്നു ഇവിടെ 1 ഇല്ലേ, ഹൈഡ്രജന്റെ എത്രയാന്ന് നോക്കിയേ 4 - 2 2. ഇവിടെ എങ്ങനെയാണ് വന്നത് CH2ന്റെ ഡിഫറൻസ് ആണ് ഇവിടെയും വന്നത്. ജനറൽ ഫോർമുല എങ്ങനെയാണ്, ഇതിന്റെ രണ്ടിന്റെയും ജനറൽ ഫോർമുല ഒന്ന് തന്നെയല്ലേ വരുന്നത്, ഏതാണ് വരുന്നത് CnH2n-2. ക്ലിയർ ആയല്ലോ. അപ്പം ഒരേ എന്താണ് പൊതുവാക്കി അല്ലെങ്കിൽ ജനറൽ ഫോർമുല ഒരുപോലെയുള്ള അടുത്തടുത്ത രണ്ടംഗങ്ങൾ, ഇത് കണ്ടില്ല, ഇത് അടുത്തടുത്ത രണ്ടംഗങ്ങളാണല്ലോ, ഇത് അടുത്തടുത്ത രണ്ടംഗങ്ങളാണ്. അതിന് മുന്നേ കണ്ട ആൽക്കൈന്റെ കേസിലും എങ്ങനെയാണ് C4ഉം H10 എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അതും എങ്ങനെയാണ് അടുത്തടുത്ത അംഗങ്ങളല്ലേ. അപ്പൊ അടുത്തടുത്ത രണ്ട് അംഗങ്ങൾ അതിന്റെ എങ്ങനെയാണ് ജനറൽ ഫോർമുലയാണ്. അവിടെ ഈ മൂന്ന് കേസിലും എന്താണ് കാർബണിന്റെ ഹൈഡ്രജന്റെ ഡിഫറൻസ് എങ്ങനെയാണ് വന്നത് CH2ന്റെ. അതാ ഇവിടെ CH2ന്റെ ഡിഫറൻസ് വന്നു. ഇവിടെ ആൽക്കീന്റെ കേസിലും CH2ന്റെ, ആൽക്കൈന്റെ കേസിലും CH2ന്റെ ഡിഫറൻസ് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കേട്ടോ, ഇങ്ങനെയുള്ള ഒരു ശ്രേണി അല്ലെങ്കിൽ സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒരു പൊതു സമവാക്യം ഇല്ലേ, ആൽക്കേൻ ആണേലും ആൽക്കീൻ ആണേലും ആൽക്കൈൻ ആണേലും അതിന് പൊതു സമവാക്യമുണ്ട് ഇല്ലേ. അതിനെങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ അടുത്തടുത്ത അംഗങ്ങളാണ്, അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ എങ്ങനെയാണ് CH2ന്റെ വ്യത്യാസം അല്ലേ, CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയാവണം, അടുത്തടുത്ത് വരണം, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വരണം, ജനറൽ ഇക്വേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് CH2ന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഹോമോ പേരിൽ തന്നെ ഹോമോ എന്ന് വെച്ചാൽ ഒരുപോലെ അല്ലേ, ഒരുപോലത്തെ അല്ലേ, ഒരുപോലെ സമവാക്യമാണ്, ഒരുപോലെ ഡിഫറൻസ് ആണ് വന്നത്. ദാറ്റ് ഈസ് എ ഹോമോലോഗസ് സീരീസ്. മനസ്സിലായോ, എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കൂ കേട്ടോ. A homologous series is a series of organic compounds that can be represented by a general formula. അതെങ്ങനെയാണ്, ഒരു ജനറൽ ഫോർമുല വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. and have a difference of CH2 group between two consecutive members. അടുത്തടുത്ത രണ്ട് മെമ്പേഴ്സുകൾ അല്ലേ, ഒരേ സമവാക്യമാണ്, അത് അടുത്തടുത്ത രണ്ട് മെമ്പേഴ്സ് ആണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഡിഫറൻസ് എങ്ങനെയാണ് വന്നത് CH2ന്റെ ഡിഫറൻസും വന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ, ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ എ ജനറൽ ഫോർമുല ആൻഡ് ഹാവ് എ ഡിഫറൻസ് ഓഫ് CH2 ഗ്രൂപ്പ് ഇങ്ങനെയാണ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് മെമ്പേഴ്സ് അല്ലേ, അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ ഇടയിൽ CH2ന്റെ ഡിഫറൻസും വേണം. ദാറ്റ് ഈസ് ഹോമോലോഗസ് സീരീസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ എ ജനറൽ ഫോർമുല അല്ലേ, മെമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ഇനി സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്, അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ എങ്ങനെയാണ് CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം ആൽക്കൈൻ ആണേലും ആൽക്കീൻ ആണേലും അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കും കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. ദെൻ
there is a regular gradation in their physical properties. ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കണം. ഭൗതിക ഗുണം സ്ട്രക്ചർ മാറിയില്ലേ, ക്രമമായിട്ടല്ല സ്ട്രക്ചർ മാറിയത്. അപ്പം ആ ഭൗതിക ഗുണങ്ങളിൽ എങ്ങനെയാണ് ക്രമമായിട്ടുള്ളൊരു വ്യതിയാനം, ഒരു ഗ്രഡേഷൻ കേട്ടോ. റെഗുലർ ഗ്രഡേഷൻ എന്ന് വെച്ചാൽ ക്രമമായിട്ടുള്ള വ്യതിയാനം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോലോഗോ സീരീസ് എന്ന് പറയുന്നത്. ഹോമോലോഗോ സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോലോഗോ സീരീസ് എന്താണെന്ന് ചോദിക്കാം, എക്സാമ്പിൾ ചോദിക്കാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കാം. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മുന്നോട്ടൊക്കെ പഠിക്കുമ്പോൾ ഹോമോലോഗോ സീരീസ് എന്നുള്ള പറയത്തുള്ളൂ. അപ്പൊ ഐഡന്റിഫൈ ചെയ്തണം അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് എ ഹോമോലോഗോ സീരീസ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് കേട്ടോ, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ആൻസർ ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് സെക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, the molecular formula of some hydrocarbons are given below. molecular formula തന്നിട്ടുണ്ട്. which of these compounds belong to the same homologo series? same homologo seriesൽ വരുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം homologo series എന്ന് പറയുമ്പോൾ അടുത്തടുത്തായിരിക്കണം അല്ലേ, അടുത്തടുത്തായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ജനറൽ ഫോർമുല ഒരുപോലെ ആയിരിക്കണം. നോക്കാം. C2H4 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, നമ്മുടെ ഏതിലാണ് വരുന്നത്, ഇരട്ടിയല്ല വന്നിരിക്കുന്നത്. അപ്പം ആൽക്കീനിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? C2H4 എന്നിന്റെ ഇരട്ടി ആവുമായിരിക്കും, രണ്ടിരട്ടി അല്ല, അപ്പം 4 വരും. അപ്പം ആൽക്കീനിൽ വരും. അങ്ങനെ ആൽക്കീനിൽ വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇരട്ടിയായിട്ട് വരുന്നത് ഇവിടെ വരുവല്ല, ഇവിടെ വരുവല്ല ഇല്ല. അപ്പം ഇതിനെ നമുക്ക് ഇത് വരുവല്ല കേട്ടോ, ഒരുപോലെയുള്ള വരുവല്ല. അടുത്ത നോക്കിയേ, C2H6 ഇതെങ്ങനെയാണ് വരുന്നത്, ഇത് ഏത് കാറ്റഗറിയിൽ വരും, ആൽക്കെയിനിൽ വരും. ശരിയല്ലേ? ഇതാ നോക്കുക, എന്നാണ്, എന്നിന്റെ രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ 4 വരും, 4 + 2 അങ്ങനെയല്ല 6 വരുന്നത്, ആൽക്കെയിനിൽ വരും. അങ്ങനെയുള്ളതുണ്ടോ നോക്കിയേ, ഇത് നോക്കി, ഇത് എത്രയാണ് വരുന്നത്, C3 6 വരും, ഇരട്ടി വരുമ്പോൾ 6 വരും, ഇരട്ടി വരുമ്പോൾ 6 ആണ് വരുന്നത്, 6 - 4 ആണ് വരുന്നത്, അപ്പം അത് വരുവല്ല. ഇത് നോക്കിയേ, ഇത് എത്ര വരും, 6 വരും, 6 + 2 വരും ഇല്ല. അപ്പോൾ അതാ ഇത് രണ്ടെണ്ണം വരുമല്ലോ അല്ലേ, ഇത് രണ്ടും ആൽക്കൈനിൽ വരുന്നതല്ല. അപ്പോൾ ഏതൊക്കെയാണ്, C2H6 ഇല്ലേ, C2H6 C3H8 ഇല്ലേ, C3H8 ആണ് ഒരേ ഹോമോലോഗോ സീരീസിൽ വരുന്നത്. ഏതിലാണ് വരുന്നത്, ആൽക്കെയിൻ ഇല്ലേ, ആൽക്കെയിനിലാണ് വരുന്നത്. ഇനി റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗോ സീരീസ്. ആൽക്കെയിനിലാന്ന് പറഞ്ഞു, അപ്പോൾ ഏതാണ് ജനറൽ ഫോർമുല, CnH2n + 2 അതാണ് ജനറൽ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The molecular formula of hydrocarbons that belongs to the same homologo series are given below. Same homologo seriesലാണ് വരുന്നത് കേട്ടോ. Write the molecular formula of the compound A and B. A and B യുടെ molecular formula എഴുതാനാണ് പറഞ്ഞത്. സെയിം എന്താണ് ഹോമോലോഗോ സീരീസിലാണ് വരുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അപ്പം നോക്കിയേ, C2H2 C3H4 C4H6. അപ്പം അടുത്ത് ഏതാണ് വരുന്നത്, എയിൽ ഏത് വരും, C5 ഇല്ലേ, C5H ഏതാണ് വരുന്നത്, 8 വരും ഇല്ലേ, C5H8 അതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ ഇതാണ്. അടുത്ത ഏത് വരും, C6H10 വരും, അതാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എ അതാണ്, C5H8 C6H10 ആണ് അടുത്ത് വരുന്നത്, അതായത് ബിയിൽ വരുന്നത്. കിട്ടിയല്ലോ. ഇനി ടു വിച്ച് കാറ്റഗറി ഡു ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്, ഏത് കാറ്റഗറിയിൽ വരും നോക്കോട്ടെ, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കിയേ. C5H8 എന്നിന്റെ ഇരട്ടി എന്ന് വരുമ്പോൾ എത്ര വരും, 2 ഇരട്ടി 10 വരും ഇല്ലേ. ഇവിടെ 10 വരും, 10 പക്ഷേ 8 ആണ് ഇവിടെ വന്നത്, അത് 10 - 2 അല്ലേ. അപ്പം Cn ഇങ്ങനെ വരും, H2n - 2 ആണ് വരുന്നത് അല്ലേ. എല്ലാം അങ്ങനെയാണല്ലോ വരുന്നത്. നോക്കിയേ, 3യുടെ കേസിൽ വരുമ്പം 6 വരും, 6 - 2 4 അല്ലേ. അപ്പം ഏത് വരും, ആൽക്കൈൻ ഇല്ലേ, ആൽക്കൈനിലാണ് വരുന്നത്. മനസ്സിലായല്ലോ, ആൽക്കൈനിൽ വരും. വാട്ട് ഇസ് ദ ജനറൽ ഫോർമുല എഴുതാലോ, CnH2n - 2. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് എ. കോമ്പൗണ്ട് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, C5H10 ആണ്. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. C5H10 നമ്മൾ ഓൾറെഡി വരച്ചതാണ്, നമ്മൾ ഇതിന്റെ കേസിൽ കേട്ടോ. അതിന്റെ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുക. C5H8 കേട്ടോ, C5H8 കേട്ടോ, ഡി ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, C5H8 ആദ്യമേ നമ്മൾ 5 കാർബൺ ആറ്റം അല്ലേ, 5 കാർബൺ ആറ്റം ആദ്യമേ വരയ്ക്കുക കേട്ടോ. 5 കാർബൺ ആറ്റം എടുക്കുക. ഇത് ഏത് ആൽക്കൈനാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ മനസ്സിലായല്ലോ. അപ്പം ആൽക്കൈനാണ്, ട്രിപ്പിൾ ബോണ്ട് വരണം. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് എവിടെ വരണം, ദാ ഇവിടെ കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് എവിടെയാണ് വരേണ്ടത്, ദാ ഇവിടെയാണ് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ 3 ബോണ്ട് ഉണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്, എവിടെ ഒരു ഹൈഡ്രജൻ മതിയല്ലോ. അപ്പൊ ദാ ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രജൻ കൊടുക്കാം. മനസ്സിലായല്ലോ.
പിന്നെ ഇവിടെ ബാക്കി എല്ലായിടത്തും എന്നാണ് സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ഇവിടെ 3 ബോണ്ടുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം 4 ആയി, അത് ഫില്ലായി. ഇനി ഇവിടെ എത്ര വരും? ഇവിടെ 2 ഉള്ളൂ, ബാക്കി നമുക്ക് ഹൈഡ്രജൻ കൊടുക്കാം. ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെയൊക്കെ 2 ഉള്ളൂ, ഇവിടെയൊക്കെ ഏതാണ് ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ നമുക്ക് 3 ഹൈഡ്രജൻ കൊടുക്കണം അല്ലേ? 3 ഹൈഡ്രജൻ കൊടുത്തു. ശരിയായില്ലേ? 5 കാർബൺ ആറ്റം, ഹൈഡ്രജൻ 8 എണ്ണം ആയില്ലേ? 1 2 3 4 5 6 7 8. ഓക്കെ ആണല്ലോ? അപ്പം അതുമായി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മോളിക്കുലർ ഫോർമുല തന്നിരിക്കും, അതേ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം നമ്മൾ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എന്താണ് സ്ട്രക്ചർ ഫോർമുല. അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ഇങ്ങനെ എഴുതാം. കണ്ടൻസ്ഡ് ഫോർമുല എഴുതി നോക്കിയാൽ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് വരുന്നത്? സി 5 മുമ്പത്തെ പറഞ്ഞാൽ 5 കാർബൺ ആറ്റം അല്ലേ? 5 കാർബൺ ആറ്റം ഇവിടെ വരയ്ക്കുക. പിന്നെ ട്രിപ്പിൾ ബോണ്ട് അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ഇവിടെ വരും. ഇവിടെ എന്താണ് ഒരു ഹൈഡ്രജൻ ഇവിടെ വരും അല്ലേ? ഒരു ഹൈഡ്രജൻ വരും. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ടാണ് വരുന്നത്. അതനുസരിച്ചിട്ട് ബാക്കി എന്താണ് അടയാളപ്പെടുത്തുക, ഹൈഡ്രജൻ കേട്ടോ. ഇവിടെ 2 ഹൈഡ്രജൻ വരും, ഇവിടെ 2 ഹൈഡ്രജൻ വരും, ഇവിടെ 3 ഹൈഡ്രജൻ. അതാണ് കണ്ടൻസ്ഡ് ഫോർമുല. അപ്പം ഈ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഏത് കാറ്റഗറിയാണെന്ന് നമ്മൾ ജനറൽ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് എവിടെയാണ് ഏത് ബോണ്ടാണ് വരേണ്ടതെന്നുള്ളത് കേട്ടോ. അതായത് ഡബിൾ ബോണ്ടാണ്, അതനുസരിച്ച് നിങ്ങൾ സ്ട്രക്ചറൊക്കെ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് എന്താണ് ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക, എന്താണ് വരുന്നതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതിൻ്റെ ജനറൽ ഫോർമുല കാണാതെ പഠിക്കല്, മനസ്സിലാക്കി കൃത്യമായിട്ട് വരയ്ക്കുക, പഠിക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചറും കണ്ടൻസ്ഡ് ഫോർമുലൊക്കെ വരയ്ക്കാനും എഴുതാനും ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കി പോർഷനൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.